രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സ്ഥിതിവിശേഷം. ചില സൂപ്പർ വൈറ്റ് കമ്പനിക്കാരുടെ പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2 തുള്ളി വെള്ളത്തിലൊഴിച്ച് അതിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ മുക്കിയെടുക്കുമ്പോൾ ഉജ്ജ്വല വെണ്മ ലഭിക്കുന്നു. തുടർന്ന് നിറമങ്ങിയ വസ്ത്രവും തൂവന്മയാർന്ന വസ്ത്രവും പ്രദർശിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയാൻ, കോപവും വെറുപ്പും തുടച്ചു നീക്കാൻ ഈശോയുടെ രക്തത്തിൽ നമ്മൾ ശുദ്ധി ചെയ്യപ്പെടണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ വെള്ളയങ്കി അണിഞ്ഞവരെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. വെളിപാട് 7:14. ഇതുപോലെ ഈശോയുടെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടണം. അപ്പോൾ നമ്മൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ശുദ്ധീകൃതരായിത്തീരും. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. എബ്രായർ 2:18. തന്മൂലം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എബ്രായർ 7:25. പിതാക്കന്മാരിൽ നിന്നു നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്നും നിങ്ങൾ അറിയുന്നല്ലോ, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:18-19 വരെ. ഈശോയുടെ കുരിശിൻ കീഴിലേക്ക് ആത്മനാ പോകുവാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെ അംശം പോലുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാകും. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉദാത്തമായ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന പരിശീലന കളരിയാണ് ഗാഗുൽത്തായിലെ കുരിശ്. ഒരു തെറ്റും ചെയ്യാത്തവൻ ഏറ്റവും വലിയ പാതകയുടേതായ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു, ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രഹരിച്ചു. വിശുദ്ധ യോഹന്നാൻ 19:2-3 വരെയുള്ള വാക്യങ്ങൾ. കുരിശുമരണത്തിന് മുമ്പുള്ള ക്രൂരമായ മർദ്ദനമുറകൾ നിശബ്ദനായി സഹിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം യേശുവിൽ നിന്ന് തന്നെ മർദ്ദിക്കുന്നവരിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ പൂർണ്ണത എന്നോണം കാൽവരിയിൽ മരകുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ ലൂക്ക 23:34. ഇതിനേക്കാൾ വലുതായ ഒരു ക്ഷമ ലോകത്തിൽ ഒരിടത്തും കാണുകയില്ല. എത്ര ശക്തമായ വെറുപ്പും വിദ്വേഷവുമായിക്കൊള്ളട്ടെ, ഈശോയുടെ കുരിശിനടുത്തേക്ക് വരൂ. നിങ്ങൾക്ക് ക്ഷമിക്കാൻ 100% മാർക്കോടുകൂടി ക്ഷമയുടെ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഈശോ പറഞ്ഞു തരും. ക്ഷമിച്ചപ്പോൾ കിട്ടിയ ആത്മസന്തോഷത്തോടു കൂടി യേശു മരിച്ചു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്ക 23:46. ഈ ആത്മീയ സന്തോഷവും സമാധാനവും ലഭിക്കാൻ നമുക്ക് ഈശോയുടെ കുരിശിനരികെ വന്ന് ലോകത്തോട് മുഴുവൻ ക്ഷമിക്കാം.